Generally Accepted Accounting Principle GAAP. GAAP is basic proposition accepted by accountants. GAAP is basic proposition accepted by accountants. GAAP are basic rules that define parameters and constraints within which accounting operates. Define ചെയ്തത് parameters and constraints within which accounting operate. They are guidelines for preparing financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് GAAP. GAAP refers to rules or guidelines adopted for recording and reporting business transactions in order to bring uniformity in the preparation and presentation of financial statement. GAAP refers to rules or guidelines adopted. റൂൾസ് ആണ്. GAAP എന്ന് പറയുന്നത് ഒരു റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്തിനു വേണ്ടി? ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള റൂൾസാണ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് GAAP എന്ന് പറയുന്നത്. GAAP are pillars on which structure of information system are created. Generally accepted accounting principles GAAP can be classified into three. First one, accounting assumptions or accounting concepts. Second one, accounting principles or convention. Third one, accounting standards. Accounting concepts ഏതൊക്കെയെന്ന് നോക്കാം. Following are the main accounting concept. First one, business entity. Second one, money measurement concept. Third one, going concern concept. Fourth one, accounting period concept. Fifth one, dual aspect. Sixth one, matching principle. Seventh, cost concept or historical cost principle. എട്ടാമത്തെ റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ. 9 ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി. According to this concept, business is treated as a separate entity apart from its owner. ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് എൻറ്റിറ്റി. പ്രൊപ്രൈറ്ററി ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ബിസിനസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ഹിം ഇൻ ദ ബിസിനസ്. പ്രൊപ്രൈറ്ററിൻ്റെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ക്രെഡിറ്റർ ഓഫ് ബിസിനസ്. പ്രൊപ്രൈറ്ററി ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ ഓഫ് ദി ബിസിനസ് ടു ദ എക്സ്റ്റെൻറ്റ്. ഏത് എക്സ്റ്റെൻറ്റ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ഹിം ഇൻ ദ ബിസിനസ്. പ്രൊപ്രൈറ്ററി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ചെയ്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ആ പരിധി വരെ എങ്ങനെ ക്രെഡിറ്ററായിട്ടാണ് പ്രൊപ്രൈറ്ററിനെ കണക്കാക്കുന്നത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി പ്രകാരം ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതുപോലെ പ്രൊപ്രൈറ്ററി ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ബിസിനസ്. പിന്നെ പറയുന്നത് ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി ഓഫ് ബിസിനസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ക്യാപിറ്റൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ലാബിലിറ്റി ആയിട്ടാണ്, ലാബിലിറ്റി ഓഫ് ബിസിനസ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് ആയിട്ടാണ്. അടുത്തത് പറയുന്നത് ബിക്കോസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഓണേഴ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ കെപ്റ്റ് സെപ്പറേറ്റ്. ഓണറിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി പ്രകാരം ബിസിനസ്സിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ പ്രൊപ്രൈറ്ററിനെ ക്രെഡിറ്റർ ഓഫ് ദി ബിസിനസ് ആണ്. അതുപോലെ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. അതുപോലെ ഓണേഴ്സിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ബിസിനസ് എൻറ്റിറ്റിയിൽ ഉൾപ്പെടുന്നത്. അടുത്ത കൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. According to this concept, only those transactions which can be expressed in terms of money are recorded in the books of accounts. മണി ട്രാൻസാക്ഷൻ മാത്രമാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരം ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മണിയുമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്.
അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. ടു മേക്ക് അക്കൗണ്ടിങ് റെക്കോർഡ്സ് റിലവൻറ്റ്, സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഹോമോജീനിയസ്, ദേ ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ കോമൺ യൂണിറ്റ് മണി. അക്കൗണ്ടിങ് റെക്കോർഡ്സ് എങ്ങനെ റിലവൻറ്റ്, സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഹോമോജീനിയസ് ആവുക, അവർ റെക്കോർഡ് ചെയ്തത് മോണിറ്ററി കോമൺ യൂണിറ്റായ മണിയിൽ എക്സ്പ്രസ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഉള്ളതും കൊണ്ടാണ്. അപ്പോൾ ടു മേക്ക് അക്കൗണ്ടിങ് റെക്കോർഡ്സ് റിലവൻറ്റ്, സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഹോമോജീനിയസ്, ദേ ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ കോമൺ യൂണിറ്റ് ഓഫ് മണി. അതായത് ആൾ ദ അസറ്റ്സ് ആർ ഷോൺ ഇൻ ദി മോണിറ്ററി ടേംസ് ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ അസറ്റ്സും എങ്ങനെയാണ്, ഏത് ടേംസിലാണ് എൻട്രി ചെയ്തിരിക്കുന്നത്, ഷോൺ ഇൻ മോണിറ്ററി ടേംസിലാണ്. അപ്പോൾ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഇൻ ടേംസ് ഓഫ് മണി. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ആസ് പെർ ദിസ് concept, it is assumed that business has an indefinite period of time. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം, ഒരു അനിശ്ചിത കാലയളവ് ഉണ്ടെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദയർ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദി അസറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദയർ മാർക്കറ്റ് വാല്യൂ. ഈ കൺസെപ്റ്റ് പ്രകാരം ഫിക്സഡ് അസറ്റ് അവയുടെ യഥാർത്ഥ വിലയിൽ രേഖപ്പെടുത്തുകയും മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യാതെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. Moreover, it applies to the business as a whole. മാത്രമല്ല ഇത് മൊത്തത്തിൽ ബിസിനസ്സിന് ബാധകമാണ്. അപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ടൈം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് പ്രകാരം ഫിക്സഡ് അസറ്റ് അവയുടെ യഥാർത്ഥ വിലയിൽ രേഖപ്പെടുത്തുകയും മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യാതെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. Accounting period refers to the span of time at the end of which the financial statements are prepared. അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അവസാനത്തെ സമയത്തെ സൂചിപ്പിക്കുന്നു. അക്കൗണ്ടിംഗ് പീരിയഡ് റെഫേഴ്സ് ടു ദി സ്പാൻ ഓഫ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, ലൈഫ് ഓഫ് ബിസിനസ് ഈസ് ബ്രോക്കൺ ടു സ്മാളർ യൂണിറ്റ്സ് ആൻഡ് ഇറ്റ്സ് പെർഫോമൻസ് മെഷേർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ബിസിനസ്സിനെ ചെറിയ യൂണിറ്റുകളായി വിഭജിക്കുകയും അതിൻ്റെ പെർഫോമൻസ് കൃത്യമായ ഇടവേളകളിൽ മെഷർ ചെയ്യുകയും ചെയ്യുന്നു. എ പീരിയഡ് ഓഫ് 12 months ഈസ് നോർമലി അഡോപ്റ്റഡ് ആസ് അക്കൗണ്ടിംഗ് പീരിയഡ്. 12 മാസമാണ് അക്കൗണ്ടിംഗ് പീരിയഡായിട്ട് കണക്കാക്കുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആൾസോ നോൺ ആസ് പീരിയോഡിസിറ്റി പ്രിൻസിപ്പിൾ ഓർ ടൈംലിനെസ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റിനെ എന്നോട് പറയുന്നു പീരിയോഡിസിറ്റി പ്രിൻസിപ്പിൾ ഓർ ടൈംലിനെസ് പ്രിൻസിപ്പിൾ എന്നും പറയുന്നു. അടുത്തത് ഡുവൽ ആസ്പെക്റ്റ്. According to this concept, every transaction has two aspects, namely debit aspect and credit aspect. എല്ലാവർക്കും അറിയാം എല്ലാ ട്രാൻസാക്ഷൻസും every transaction has a two aspect, ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. There may be more than one debit or one credit, but total of debit and credit must be equal. ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും തുല്യമായിരിക്കണം. എല്ലാവർക്കും അറിയുന്ന പോലെ ദർ മേ ബി മോർ ദാൻ വൺ ഡെബിറ്റ് അല്ലെങ്കിൽ വൺ ക്രെഡിറ്റ് ഒക്കെ ഉണ്ടായാലും ടോട്ടൽ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ദ പ്രിൻസിപ്പിൾ ഗീവ് ബേസ് ഫോർ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഈ പ്രിൻസിപ്പിളാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ് ഈ ഡുവൽ ആസ്പെക്റ്റ്. ഇത് സാറ്റിസ്ഫൈ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അടുത്ത പ്രിൻസിപ്പിളാണ് മാച്ചിങ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, എക്സ്പെൻസസ് ഇൻവേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ. ഈ പ്രിൻസിപ്പിൾ പ്രകാരം അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടാകുന്ന ചെലവുകൾ വരുമാനവുമായി മാച്ച് ചെയ്യണം. Profit earned by business can be correctly measured only when revenue earned during a period is matched with expenditure incurred to earn that revenue. ഈ കാലയളവിൽ നേടിയ വരുമാനം ആ വരുമാനം സമ്പാദിക്കാനുള്ള ചെലവുമായി മാച്ച് ചെയ്യുമ്പോൾ മാത്രമേ ബിസിനസ്സിലൂടെ നേടിയ പ്രോഫിറ്റ് കറക്റ്റായി മെഷർ ചെയ്യാൻ പറ്റൂ. ഇറ്റ് പോർട്രേറ്റ്സ് ദ എക്സാക്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ കൃത്യമായ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്നു. It is not relevant whether payment was made or not. As per this concept, adjustments are made for all outstanding expense, prepaid expense and income.
ഈ കൺസെപ്റ്റ് പ്രകാരം പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. എല്ലാ ചെലവുകൾക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആൻഡ് ഇൻകത്തിനും വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അടുത്ത കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. According to this concept, assets are recorded in the books at the purchase price. Asset record ചെയ്യുന്നത് പർച്ചേസ് പ്രൈസിലാണ്. It includes the cost of acquisition, installation, carriage, etc. for making the asset ready to use. അസറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കോസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻസ്റ്റലേഷൻ, ക്യാരേജ് തുടങ്ങിയ കോസ്റ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ദ ബേസിസ് ഫോർ ആൾ സബ്സീക്വൻറ്റ് അക്കൗണ്ടിങ് ഓഫ് സച്ച് അസറ്റ്. അത്തരത്തിലുള്ള അസറ്റിൻ്റെ തുടർന്നുള്ള എല്ലാ അക്കൗണ്ടിങ്ങിൻ്റെയും അടിസ്ഥാനം ഇതാണ്. അടുത്തത് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ. റവന്യൂ ഈസ് ദി എമൗണ്ട് ഏൺഡ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റവന്യൂ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഏൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് റവന്യൂ. ഇറ്റ് ഡിറ്റർമിൻസ് ദ പീരിയഡ് ഇൻ വിച്ച് റവന്യൂ ഈസ് റിയലൈസ്ഡ്. Revenue is recorded at the time when the ownership passes from seller to the buyer. റവന്യൂ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് പോകുമ്പോഴാണ് റവന്യൂ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് വെരിഫയബിൾ ആൻഡ് ഫ്രീ ഫ്രം ബയാസ്. അതുപോലെ എവറി ട്രാൻസാക്ഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെൻറ്റ്. എല്ലാ ട്രാൻസാക്ഷൻസിനും സോഴ്സ് ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. നമ്മൾ പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട്, മാച്ചിങ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ.